സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഒത്തിരി സ്നേഹത്തോടെ ഈ നൈറ്റ് വിജിലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിക്കുന്നു. കർത്താവ് മനോഹരമായി ഒരുക്കി തന്ന ഈ ഭവനത്തിൽ വെച്ചുള്ള ആദ്യത്തെ നൈറ്റ് വിജിൽ ഈശോ സ്വർഗം തുറന്ന് നമ്മയും ലോകത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ പ്രിയമുള്ളവർ, നമുക്ക് വലിയ വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ, വലിയ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കാരണം നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവ് ഇവിടെയുണ്ട്, ശാലോമിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം തിരുവചനം, അവിടെ നമ്മൾ കാണുന്നത് ഏലിയായെ പോറ്റിയ ഒരു ദൈവത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് ദൈവം ഏലിയായെ പോറ്റിയത്? ദൈവനിഷേധിയായ ഒരു രാജ്ഞി ഭരിക്കുന്ന കാലം, ജസബേൽ രാജ്ഞി, അവിടെ ദൈവത്തിന്റെ പ്രവാചകന്മാരെ വാളിനിരയാക്കി. അടുത്ത് അവശേഷിക്കുന്നത് ഏലിയയാണ്. ഏലിയയെ രാജ്ഞി വധിക്കാൻ ഒരുമ്പിടുമ്പോൾ ഏലിയ അവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ്. ഒരു ദിവസം മുഴുവൻ മരുഭൂമിയിലൂടെ ഓടി പടുത്ത് ഒരു വാടാമുൾ ചെടിയുടെ ചുവട്ടിൽ തളർന്നിരിക്കുകയാണ്. ഏലിയ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എന്റെ പൂർവികരെക്കാൾ നല്ലവനല്ല ഞാൻ, എന്നെ നീ വിളിക്കുക, എനിക്ക് ജീവിച്ചത് മതി. ഒരു നല്ല മരണത്തിന് വേണ്ടി ഏലിയ ആ വാടാമുൾ ചെടിയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ പ്രാർത്ഥനയുടെ മധ്യേ ഏലിയ പോലും അറിയാതെ ഏലിയ ഉറങ്ങിപ്പോവുകയാണ്. ഉറങ്ങി ക്ഷീണം കുറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഏലിയായെ തോളിൽ തട്ടി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുക. ഏലിയ നോക്കുമ്പോൾ കണ്ട് ചൂട് കല്ലിൽ ചുട്ടരിക്കുന്ന അപ്പവും വെള്ളവും ഏലിയ എടുത്ത് ഭക്ഷിച്ചു. വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂതൻ വീണ്ടും പറഞ്ഞു, എഴുന്നേൽക്കുക. ഏലിയ വീണ്ടും എഴുന്നേറ്റു. ചൂടുകല്ലിലുണ്ടാക്കിയ അപ്പവും വെള്ളവും കഴിച്ചു. മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഏലിയ ദൈവം കൊടുത്ത അപ്പം ഭക്ഷിച്ച് അവൻ 40 ദിനവും 40 രാത്രിയും യാത്ര ചെയ്തെന്ന് പഠിപ്പിക്കുകയാണ്. ദൈവം കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോൾ അവൻ ആ ഭക്ഷണത്തിന് ശക്തിയാൽ 40 ദിനരാത്രങ്ങൾ ഓടി. പ്രിയമുള്ളവരെ, ആ ദൈവം നമുക്കുണ്ട്. അപ്പവുമായി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദാനിയേലിനെ രക്ഷിച്ച ദൈവം, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ കാത്തു പരിപാലിച്ച ഒരു ദൈവം, ആ ദൈവം നമുക്കുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് ഇങ്ങനെ പറയുകയാണ്, ദാനിയേൽ എന്ന നിഷ്കപടനായ ഒരു യുവാവിനെ അവന്റെ ശത്രുക്കൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രാജാവിനോട് പറഞ്ഞ് രാജാവിനെ സ്വാധീനിച്ച് സിംഹത്തെ തിന്നാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്നു. രാജാവ് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം തന്നെ നിന്നെ രക്ഷിക്കട്ടെ. രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ ഗുഹയടച്ച് അതിൻ്റെ കല്ലുകളിൽ മുദ്ര ചെയ്ത് അവനെ സിംഹക്കൂട്ടിലെറിഞ്ഞു. രാവിലെ രാജാവ് വന്ന് നോക്കുന്നു. അവൻ വിളിച്ചു പറയുകയാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ, നീ ജീവിച്ചിരിപ്പുണ്ടോ? രാജാവ് വീണ്ടും ചോദിക്കുന്നു, നീ ദൈവത്തിന്റെ ദാസനാണ്, നിന്നെ രക്ഷിക്കാൻ, സിംഹത്തിന്റെ കരങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം വന്നോ എന്ന് ഞാൻ അറിയട്ടെ. ദാനിയേൽ പറഞ്ഞു, രാജാവ് നീണ്ടാൾ വാഴട്ടെ. ദൈവം എന്നെ കുറ്റമറ്റവനായി കണ്ടു, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. സിംഹത്തിന്റെ കുഴിയിൽ കിടന്ന ദാനിയേലിനെ ദൈവമായ കർത്താവ് രക്ഷിക്കുകയാണ്. ഇത് കണ്ട് രാജാവ് അവന്റെ മേൽ കുറ്റം ആരോപിച്ചവരെ കുടുംബത്തോടെ, ഭാര്യയെയും മക്കളെയും അടക്കം സിംഹക്കൂട്ടിലേക്ക് എറിയുന്നു. അവർ സിംഹക്കൂട്ടിൽ വീഴുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ സിംഹം അവരെ ഭക്ഷണത്തിന് ഇരയാക്കുകയാണ്. പ്രിയമുള്ളവരെ, സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലിനെ ഒരു രക്ഷിച്ച കർത്താവ് ആ ദൈവമാണ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഏലിയായെ പോറ്റിയ ദൈവം കർത്താവായ യേശുക്രിസ്തു. ആ ദൈവത്തിന് മുമ്പിലാണ് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കാം. ജീവിതയാത്രയിൽ തളർന്നു പോയാലും താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാം മറന്ന് 2 കരങ്ങളും ആ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി
ഏലിയായെ പോറ്റിയ ദൈവം, ദാനിയേലിനെ സംരക്ഷിച്ച ദൈവം, ആ ദൈവത്തിരക്കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഈശോ നൽകിയ മനോഹരമായ ഗാനം ആലപിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയായെ പോറ്റിയ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ഏലിയാവിനെ പോറ്റിയ എൻ്റെ ദൈവം എന്നെയും പോറ്റുമല്ലോ. ദാനിയേലിനെ രക്ഷിച്ച എൻ്റെ ദൈവം എന്നെയും നടത്തുമല്ലോ. താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഏലിയായെ പോറ്റുന്ന ദൈവം, ദാനിയേലിനെ സംരക്ഷിച്ച ദൈവം നമ്മെ, നമ്മുടെ കുടുംബത്തെ, തലമുറയെല്ലാം സംരക്ഷിക്കും. ആ വിശ്വാസത്തോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏലിയാവിനെ പോറ്റിയ എൻ്റെ ദൈവം എന്നെയും പോറ്റുമല്ലോ. ദാനിയേലിനെ രക്ഷിച്ച എൻ്റെ ദൈവം എന്നെയും നടത്തുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. തീച്ചൂളയിലൂടെ കടന്നുപോയാലും വൈരികളുടെ മധ്യത്തിലായാലും എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ നയിക്കുന്ന എൻ്റെ ദൈവം, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ സമീപത്തുണ്ട്, അവൻ എന്നെ താങ്ങും, അവൻ എന്നെ രക്ഷിക്കും. വിശ്വാസത്തിൽ ചൂള നടുവിൽ അകപ്പെട്ടാലും വൈരികൾ എന്നെ വളഞ്ഞെന്നാലും എല്ലാ സാധ്യതയും അടഞ്ഞു പോയിടിലും ഞാൻ എൻ്റെ നാഥനെ സ്തുതിച്ചിടുമേ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ ചാരിയുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാം. നമുക്ക് രോഗശൈലിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവം തുണയായിട്ടുണ്ട്. കടഭാരങ്ങളാൽ അലയുമ്പോൾ ദൈവം കൂടെയുണ്ട്. അവൻ സംരക്ഷിക്കപ്പെടും, അവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ അഭിമാനത്തോടെ ജീവിക്കും. ഓ ദൈവമേ, നിനക്ക് നന്ദി. പാടി ആരാധിക്കാം.
രോഗത്തിൻ ശയ്യയിൽ കിടന്നിടിലും കടഭാരത്താൽ വലഞ്ഞിടിലും രോഗത്തിൻ ശയ്യയിൽ കിടന്നിടിലും കടഭാരത്താൽ വലഞ്ഞിടിലും കീർത്തിച്ചിടും ഞാൻ ആ സ്നേഹത്തെ എനിക്കായി തകർന്ന എന്നേശുവേ. കീർത്തിച്ചിടും ഞാൻ ആ സ്നേഹത്തെ എനിക്കായി തകർന്ന എന്നേശുവേ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. നിന്ദിതനായി ഞാൻ അലഞ്ഞിടുമ്പോ, ഏകാന്തതയിൽ വലഞ്ഞിടുമ്പോ, നിന്ദിതനായി ഞാൻ അലഞ്ഞിടുമ്പോൾ ഏകാന്തതയിൽ വലഞ്ഞിടുമ്പോൾ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പുകട്ടും എനിക്കായി മരിച്ച എന്നേശുവേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും പുകഴ്ത്തും എനിക്കായി മരിച്ച എന്നേശുവേ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കർത്തൻ എന്നിലുണ്ട്. ഞാൻ തളർന്നു പോയിടിലും എന്റെ നാഥൻ താങ്ങുമല്ലോ. Praise the Lord. ഇരിക്കാം. മാതാവിനോട് ചേർന്ന് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജപമാലയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ഷിജോ മാത്യു, ഷിജി എന്നിവരാണ്. അവരോട് ചേർന്ന് നമുക്ക് ജപമാല അർപ്പിക്കാം.